إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മതയോടുകൂടി ജീവിച്ചും കൽപ്പനകൾക്ക് വിധേയപ്പെട്ടും മുന്നോട്ട് പോകണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വയനാട്ടിൽ ഉണ്ടായ ദുരിതങ്ങളുടെ വർത്തമാനങ്ങൾക്കിടയിലാണ് ഇപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിലും മുണ്ടക്കയിലും വിലങ്ങാടുമൊക്കെ സംഭവിച്ച ഉരുൾപൊട്ടലുകൾ വലിയ പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ധാരാളം പേരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് ഖബറടക്കത്തിനു വേണ്ടി ലഭ്യമായത്. തിരിച്ചറിയാത്ത എത്രയോ മൃതശരീരങ്ങൾ ആളുകൾ വന്നതും ആളുകൾ വരാത്തതുമായി കാത്തു നിൽക്കുന്നൊരു സന്ദർഭങ്ങളുണ്ടായി. ആ പ്രദേശത്ത് പല നിലക്കും പല സൗകര്യങ്ങളിലുമൊക്കെ ജീവിച്ച, പല രൂപത്തിൽ ജീവിതത്തെ സമീപിച്ച ആളുകൾ പലരും ഒരു ദിവസം കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നവരായി മാറിയ സന്ദർഭം. ഒരുപാട് ചിന്തകൾ, ചർച്ചകളൊക്കെ മനുഷ്യർക്കിടയിൽ ബാക്കിയാക്കിയ ഒരു സംഭവത്തിനാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ സാക്ഷിയായത്. മനുഷ്യർ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ജീവിതത്തിൽ ഒരു മാനസാന്തരവും വരാത്ത ആളുകൾ ഉണ്ടാവുമോ എന്ന് നമ്മൾ ആലോചിക്കും. അവനവന്റെ ജീവിതത്തിന് എന്ത് പാഠങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ന് ആലോചിക്കാത്തവരുണ്ടാകുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മനസ്സൊന്ന്
ഒന്ന് ഇളകാത്ത, ഒന്ന് അലിയാത്ത മനസ്സുകൾ ഉണ്ടാവുമോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കും. ഇപ്പോഴും അഹങ്കരിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇതിനൊക്കെ സാക്ഷിയായിട്ടും ഇപ്പോഴും പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടാവുമോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒന്നും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ തയ്യാറില്ലാത്ത മനസ്സിനുടമകളായിട്ട് നമുക്കൊക്കെ ഇന്നും ജീവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത്തരം മനസ്സിനുടമകളായ ആളുകൾ ഒരുപാട് വട്ടം ആലോചിക്കേണ്ടതുണ്ട് എന്നതാണ്. വയനാട്ടിൽ സംഭവിച്ച ആ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു പോയ ഒരു അലമാരയിൽ നിന്ന് കിട്ടിയ ഒരു പരാതിക്കത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അയൽപക്കത്ത് താമസിച്ച 2 പേരുടെ പരാതിയാണ്. അവിടുത്തെ ഉത്തരവാദപ്പെട്ട ഭരണകൂടത്തിന് വേണ്ടി നൽകിയ പരാതിയാണ്. പ്രശ്നം വഴിത്തർക്കാണ്. തൻ്റെ മണ്ണ് അവൻ അപഹരിച്ചു എന്ന പരാതിയാണ്. അത് വിട്ടുകിട്ടണം എന്ന പരിഭവങ്ങളാണ്. പരാതി പോയത് എന്തുകൊണ്ടായിരിക്കും? മറ്റൊരാൾ വിട്ടുകൊടുക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ അവകാശം കയ്യേറിയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അനർഹമായത് ഇയാൾ ആവശ്യപ്പെടുകയായിരിക്കും. വസ്തുതകൾ നമുക്കറിയില്ല. പക്ഷെ ഇന്നവിടെ അതിരുകളൊന്നുമില്ല, എല്ലാം നിരപ്പായി കഴിഞ്ഞു. ആർക്കും ഒരു പിടി മണ്ണിന് വേണ്ടിയിട്ടുള്ള പരാതികളില്ല. നിന്ന വീടും സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഒരു പിടി മണ്ണിനു വേണ്ടി മനുഷ്യർ എത്രയൊക്കെ ആളുകളോടാണ് തെറ്റിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം മണ്ണിലടിയിലായിപ്പോയി, അതിരുകളില്ലാതായി. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ റബ്ബ് നമ്മളെയൊക്കെ സാക്ഷിയാക്കിയത് എന്തിനായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ തിരുത്താനുള്ള വല്ലതും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുണ്ട് എങ്കിൽ അതെത്രയും പെട്ടെന്ന് നിർവഹിക്കുക എന്നതാണ് നമുക്കൊക്കെ ചെയ്യാനുള്ള ദൗത്യമെന്ന് പറയുന്നത്. കുശുമ്പും താൻപോരിമയും വാശിയും തർക്കവും ഒക്കെ അവസാനിപ്പിക്കാതെ നടക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട്. ഉറ്റവരോടും ഉടയവരോടും തെറ്റി നിൽക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട്. മനസ്സിൽ പകയും വിദ്വേഷവും ഒക്കെ വെച്ച് നടക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഈ വാശിക്ക് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ദുനിയാവ് എന്നും എന്താണ് ആഖിറവുമെന്ന് ശരിക്കും മനസ്സിലാകാതെ പോയാൽ ആളുകളുടെ മനസ്സിൽ ഇത്തരം തിന്മകൾ ബാക്കിയാകും. അത് വിട്ടുപേക്ഷിക്കാൻ കഴിയാതെ പോകും. മനുഷ്യർക്കിടയിൽ 2 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അവർക്ക് എല്ലാം ഇവിടെയാണ്, സ്വർഗവും നരകവും ഒക്കെ ഇവിടെയാണ് അവർക്ക്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും പരമാവധി ജീവിക്കുക എന്നാണ് അവർ ആലോചിക്കുക. ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാകുക. എന്നാൽ നമ്മൾ അങ്ങനെയല്ലല്ലോ. ദുനിയാവ് പോലെ തന്നെ അല്ല, ദുനിയാവിനേക്കാളേറെ പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ. ദുനിയാവും പരലോകവും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മൾക്ക് ദുനിയാവും ആഖിറവും ശരിക്കും മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും തിന്മകളും നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാകില്ല. അതൊഴിവാകുന്നവർ ആരായിരിക്കും? പരലോകത്തെ ശരിക്ക് ബോധ്യപ്പെടുന്ന ആളുകളാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ പറയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ പരമാവധി തരണേ, ദുനിയാവിൽ മതി എന്നവർ പറയും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അത്തരക്കാർക്ക് അല്ലാഹു പരലോകത്തേക്ക് ഒന്നും ബാക്കി വെക്കുകയില്ല. ഖുർആൻ പറയാം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ദുനിയാവിനെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ദുനിയാവ് ഒരു നിഴൽ പോലെയാണ്, ഒരു നിഴൽ പോലെയാണെന്ന് അദ്ദേഹം പറയും. നിങ്ങൾ അതിനെ പിടികൂടാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് പിടിതരൂല. നിഴലിനെ പിടിക്കാൻ പോയാൽ ഒരിക്കലും കിട്ടൂല. നമുക്ക് നമ്മുടെ കയ്യെത്ര ദൂരത്ത് അതുണ്ട്, പക്ഷെ നമുക്ക് കിട്ടൂല. സ്വന്തമാക്കണം ആഗ്രഹിച്ചാൽ അത് നടക്കൂല എന്ന് അദ്ദേഹം പറയാണ്. എന്നാൽ നിങ്ങൾ അതിനോടൊന്നും മുഖം തിരിഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചാലോ നമ്മളെ വിടുമോ? നമ്മളെ വിടൂല. അത് പുറകിൽ വരും, നമ്മളെ കൂടെ അങ്ങനെ വരും. അത് വിടണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. അങ്ങനെ നീങ്ങി നീങ്ങി പോകുന്ന ഒരു നിഴല് പോലെയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഈ ദുനിയാവ്. നിഴലോ അതിനൊരു സ്ഥായിയായ സ്വഭാവം ഉണ്ടാവില്ല. എപ്പോഴും നിഴലും ഒരേ മാതിരിയല്ലല്ലോ, എപ്പോഴൊക്കെ കാണൂല. ശാശ്വതമായി അത് നിലനിൽക്കുന്നതല്ല. ദുനിയാവും അങ്ങനെയാണ്, എപ്പോഴും അതിനൊരേ സ്വഭാവമായിരിക്കൂല. ഇന്ന് കണ്ട ദിവസം പോലെ ആയിരിക്കൂല നാളെ, ഇന്ന് അനുഭവിക്കുന്നത് പോലെ ആവൂല നാളെ. വയനാടൊക്കെ അതിന് സാക്ഷിയല്ലേ. അവർ ഇന്നലകൾ അനുഭവിച്ച പ്രകൃതിയുടെ ഏറ്റവും മനോഹാരിതയെ കുറിച്ച് അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്.
അവർ നിൽക്കുന്ന സ്ഥലവും ഇടങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മളുടെ എത്രയോ ആളുകൾ സഞ്ചരിച്ച സ്ഥലമാണത്. പക്ഷെ ഇന്ന് ആ ദുനിയാവ് അവരനുഭവിച്ച ദുനിയാവ് അങ്ങനെയല്ല. അത് സ്ഥായിയായ ഒരു സ്വഭാവമുള്ള സാധനമല്ല ഈ ദുനിയാവ് എന്ന് പറയുന്നത്. നോക്കൂ, നേല് നമുക്ക് യഥാർത്ഥമായതുണ്ട് എന്നൊരു സൂചന നൽകുന്നുണ്ട്. നേല് എന്തിനാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഒരു ഒറിജിനൽ സാധനം അവിടെ ഉണ്ട് എന്നുള്ളതിന് സൂചനയാണ് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെയാണ് ദുനിയാവ്. ഈ ദുനിയാവ് നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത് നാളെ ഒരു പരലോകമുണ്ട് എന്നതിന്റെ ഒരു നേലാണ് എന്നതുപോലെയാണ്. യാഥാർത്ഥ്യമായ ഒരു സംഗതി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ ശരീരം ഉണ്ട് എന്നത് നമ്മുടെ നേല് ബോധ്യപ്പെടുത്തുന്നത് പോലെ, ഒരു വസ്തു ഉണ്ട് എന്നത് അതിന്റെ നേല് ബോധ്യപ്പെടുത്തുന്നത് പോലെ ഈ ദുനിയാവ് നമ്മെ നാളെ ഒരു ലോകമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും ഈ നേലാണ് ശരി എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോയാലോ അവൻ വെറും വെട്ടിയാണെന്ന് നമ്മൾ വിചാരിക്കും. ഉറപ്പല്ലേ? ന്യായിലിനെ പിടികൂടാൻ പോകുന്ന ആളുകൾ അതൊരിക്കലും അവന്റെ കയ്യിലേക്ക് വരില്ല എന്നുള്ളതാണ്. എന്നാൽ ദുനിയാവ് നമ്മളെങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഇഹലോകം ഒരു അഭയകേന്ദ്രം മാത്രമാണ്, ഒരു താൽക്കാലികമായ ഇടമാണ്. പരലോകം നേടിയെടുക്കാനുള്ള ചില സ്ഥലം മാത്രമാണ് ഈ ദുനിയാവ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ബോധ്യപ്പെടാത്തവർക്ക് ദുനിയാവിലെ ചെറിയ ചെറിയ സംഗതികളൊക്കെ വലിയ നഷ്ടമായി തോന്നും. ദുനിയാവിലൊരു മണ്ണ് പോകുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. ഒരാൾ പോകുമ്പോൾ സങ്കടം തീരാത്തതാവും. പക്ഷെ നാളെ പരലോകമുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം മടക്കി കിട്ടുകയും എല്ലാം പൂർണ്ണാർത്ഥത്തിൽ കിട്ടുകയും പൂർണ്ണമായ സംതൃപ്തിയോടെ കിട്ടുകയും ചെയ്യുന്ന ഒരിടമുണ്ട് എന്ന് ബോധ്യപ്പെട്ടവർക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാവില്ല. അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നതാണ്. ഇഹലോകത്തെ ജീവിതാനുഗ്രഹങ്ങൾ അനുഭവിക്കുക, ഹലാലുകളെയൊക്കെ സ്വീകരിക്കുക, അതൊന്നൊരു കുറ്റകരമല്ല. പക്ഷെ ഭൗതിക നേട്ടം മാത്രം അല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും പരലോകത്തെ മറന്നുപോവുകയും ചെയ്യുക എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ദുനിയാവിലെ ഈ സംഭവ വികാസങ്ങളിൽ നിന്നൊക്കെ പരലോകത്തേക്കുള്ള നീക്കിയിരിപ്പുകൾ ഉണ്ടാക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ രണ്ടു വിഭാഗം ആളുകളെ പറഞ്ഞു. ഞാനൊന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഒരാൾ ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കുന്നവരാണ്, അവർക്ക് പരലോകത്തൊന്നും ബാക്കിയില്ല. മനുഷ്യരിൽ മറ്റൊരു കൂട്ടരുണ്ട്. അവരെന്താ പ്രാർത്ഥിക്കുന്നത്? അവർ പ്രാർത്ഥിക്കുന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ മാത്രം പോരാ, നാളെ പരലോകത്തും ഞങ്ങൾക്ക് നീ ഹസനത്തുകൾ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ. വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ, മുഅ്മിനുകൾ, മുസ്ലിങ്ങൾ ഒക്കെ. പക്ഷേ പലപ്പോഴും നമ്മൾ പരലോകത്ത് മറന്നുപോകും. അള്ളാനെ തന്നെ മറന്നുപോവുക. മുസ്ലിം പ്രൊഫൈലുകളുള്ള എത്രയോ പേരുകളല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടറിയും. അള്ളാനെ പറ്റി കളിയാക്കുന്നവർ, ദൈവമില്ല എന്ന് പറയുന്നവർ, പരലോകം ഒരു മായയാണ് എന്ന് കരുതുന്നവർ, പരലോകത്ത് മരണപ്പെട്ട് ഒന്നും കിട്ടുകയില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ, പരലോകത്തെ യഖീൻ കൊണ്ടവരാണ് നമ്മൾ. അപ്പോ ഈ ദുനിയാവ് പോലെ തന്നെ ആഖിറത്തിലും ഹസനത്ത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ഹസനത്ത് ആർക്കാണ് കിട്ടുക? അള്ളാഹു പറഞ്ഞ പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. പോരായ്മകൾ സംഭവിക്കുമ്പോൾ അത് പെട്ടെന്ന് തിരുത്തണം. പക്ഷെ പലപ്പോഴും തിരുത്താൻ നമ്മളെ ഈഗോ സമ്മതിക്കൂല. നമ്മൾ ചെയ്യണമൊക്കെ ശരിയാണെന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങും. നമ്മളുടെ ശരിയാണ് ശരി, ആര് പറഞ്ഞാലും ശരിയല്ല എന്ന് നമ്മളെ പഠിപ്പിക്കും. അതിനാണ് പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ഖുർആനും ഹദീസുകളും ഇതൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? പ്രമാണങ്ങളാണ്. നമ്മളുടെ ശരി തെറ്റുകൾ എന്താണ് എന്ന് പരിശോധിക്കാനുള്ള സംഗതികളാണത്. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിയാണോ എന്ന് ഈ പ്രമാണങ്ങൾ വെച്ച് നോക്കണം. ഖുർആനും സുന്നത്തും എന്താണ് പറയണമെന്ന് വെച്ച് നോക്കണം. അപ്പോഴാണ് ആ ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ പറയാം പറ്റുക നമുക്ക്, പ്രിയപ്പെട്ടവരെ. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ഖുർആൻ പറഞ്ഞു, ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അവർക്ക് വലിയൊരു വിഹിതം അല്ലാഹു കരുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനാണ്. അപ്പൊ ദുനിയാവും പരലോകവും നമുക്ക് കിട്ടണം. അതിനനുസരിച്ചുള്ള ജീവിതത്തെയാണ് നമ്മൾ ക്രമപ്പെടുത്തേണ്ടത്. ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ആ വഞ്ചനയിൽ പെട്ടുപോകാൻ പാടില്ല. പരലോകമുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക. അതിനനുസരിച്ച് ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ദുനിയാഹു അളറ ബി ആഖിറതിഹി. ആരെങ്കിലും ഇഹലോകത്തെ നന്നായി സ്നേഹിച്ചാൽ പരലോകത്ത് അയാൾക്ക് അത് നഷ്ടം ഉണ്ടാക്കും. അയാൾക്ക് പരലോകത്ത് പലതും നഷ്ടപ്പെടുമെന്നാണ്. വൻ അഹബ്ബ ആഖിറതഹു അളറ ബി ദുനിയാഹു. ആരെങ്കിലും പരലോകത്തെയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് എങ്കിൽ അയാൾക്ക് ഇഹലോകത്തിലും പല നഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇവിടെ പലതും എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ത്യജിക്കേണ്ടി വരും, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്,
നശിക്കുന്നതിനേക്കാൾ നശിക്കാതെ ബാക്കിയാവുന്നതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊക്കെ നശിച്ചു പോവല്ലോ, നമ്മൾ തന്നെ ഇവിടുന്ന് തീർന്നു പോകും, ഈ ദുനിയാവും തീർന്നു പോവുകയാണ്. അപ്പൊ നശിക്കാത്ത ഒന്നുണ്ട്, അത് പരലോകമാണ്. ഇതൊക്കെ നശിച്ചു പോകും, ഇതിന്റെ പിന്നാലെ കൂടിയിട്ട് നിങ്ങൾ സമയം കളയണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരിക്കൽ ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഹാദിഹി ദുനിയ മുർതഹിലത്തുൻ ദാഹിബ, ഈ ദുനിയാവ് ഇങ്ങനെ യാത്ര പുറപ്പെട്ട് ഇങ്ങനെ പോവാണ്. വഹാദിഹിൽ ആഖിറ മുർതഹിലത്തുൻ ഖാദിമ, ആഖിറ അത് നമ്മിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, യാത്ര പുറപ്പെട്ട് നമ്മിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ യബ്നൂൻ ബനൂൻ, ഈ രണ്ടിനും ആൾക്കാരുണ്ടാവുന്നത്, ദുനിയാവിന് വേണ്ടി മെനക്കെടുന്നവരും ആഖിറത്തിന് വേണ്ടി മെനക്കെടുന്നവരും ഉണ്ടാകും. സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇഹലോകത്തിന്റെ സന്തതികളാകാതിരിക്കണേ എന്ന് റസൂൽ നമ്മോട് പറയാണ്. അപ്പൊ ജീവിതത്തിന്റെ നിയോഗം എന്താണ്, ദുനിയാവിലെ നമ്മുടെ ജീവിതം എങ്ങനെയാകണം എന്നൊക്കെ കൃത്യമായി റസൂൽ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ മുൻനിർത്തിയിട്ട്, ഇപ്പം നടന്ന സംഭവ വികാസങ്ങളൊക്കെ മുൻനിർത്തിയിട്ട്, നമ്മുടെ ആയുസ്സിലെ ഈ കഴിഞ്ഞ കാലഘട്ടത്തെ മുൻനിർത്തിയിട്ട്, ഇനി വരാൻ എത്ര ഉണ്ടാകും അറിയില്ല, പക്ഷേ അതൊക്കെ മുൻനിർത്തിയിട്ട് നമ്മളുടെ ജീവിതം ഇനി എന്താകും, എങ്ങനെയാകണം എന്ന് പ്രിയപ്പെട്ടവരെ തീരുമാനിക്കാനുള്ള സന്ദർഭമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നെന്താണ്, പരലോകത്തേക്കുള്ള ആഭിമുഖ്യം വളരെ കുറയാണ്, പരലോകത്തെക്കുറിച്ചുള്ള ആളുകളുടെ ഓർമ്മകൾ കുറയാണ്, ഇഹലോകത്തിനോടുള്ള പ്രേമവും പ്രണയവും ആർത്തിയും ഒക്കെ വർദ്ധിക്കാണ്. ഇത് പുതിയ കാലത്തൊരു പ്രശ്നമാണ്. ഈ ആർത്തിയും ആർഭാടവും അലങ്കാരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന മനുഷ്യരുണ്ടാവും. അവർ ഈ ദുനിയാവിന്റെ വഞ്ചനയിൽ പെട്ടുപോകും. അതിന് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. മരണത്തെ ഓർക്കുകയും മരണാനന്തര ജീവിതത്തെ നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യാം. അതിനുള്ള എത്ര സന്ദർഭങ്ങൾക്ക് നമ്മൾ സാക്ഷിയായി. നമ്മളൊരു 8-10 കൊല്ലത്തിനിടയിൽ ജീവിച്ച മനുഷ്യരെന്നുള്ളവർക്ക് നമ്മൾ എത്ര പരീക്ഷണ ഘട്ടങ്ങളെയാണ് മുന്നിൽ കണ്ടത് പ്രിയപ്പെട്ടവരെ. ഇനിയും അള്ളാനെ ബോധ്യപ്പെടാത്തവർ, പരലോകത്തെ ബോധ്യപ്പെടാത്തവർ, നമ്മുടെ ഈ ദുനിയാവിന്റെ ഈ ഒരു നശ്വരത അല്ലെങ്കിൽ നശിച്ചു പോകുന്നതാണ് എന്ന് ബോധ്യപ്പെടാത്തവർ ഈ 10 വർഷത്തിനിടയിൽ ഉണ്ടാവില്ല. കാരണം അത്രമാത്രം പരീക്ഷണങ്ങൾക്ക് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ദുനിയാവല്ല പ്രധാനം, പരലോകമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഉപമുണ്ട്, വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറ, പരലോകം വെച്ച് നോക്കുമ്പോൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും ഇസ്ബഅഹു വഹാദിഹി വഅശാറ യഹ്യാ ബിസ്ബാബ ഫിൽ യമ്മി ഫൽയൻദുർ ബിമാ യർജി. റസൂൽ പറയാണ്, നിങ്ങളുടെ ഒരു വിരൽ, നിങ്ങളൊരു കടൽക്കരയിൽ ചെന്നിട്ട് ആ കടൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ നിങ്ങൾ വിരലൊന്ന് മുക്കിയെടുക്കുമ്പോൾ എത്രയാണ് നിങ്ങളെ വിരലിൽ തങ്ങി നിൽക്കുക വെള്ളം? എത്ര ഉണ്ടാകുക? 1 തുള്ളി, 2 തുള്ളി, 3ാമത്തെ തുള്ളി ഉറ്റാൻ ഉണ്ടാവില്ല ചിലപ്പോൾ, നമുക്ക് അത്രേ ഉണ്ടാവുള്ളൂ. അതാണ് നിങ്ങൾക്ക് പരലോകവും ദുനിയാവും താരതമ്യപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് റസൂൽ പറയാണ്. കടൽ പോലെ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു സ്വർഗീയമായ അനുഭവത്തെ റസൂൽ പറയാണ്. എന്നിട്ട് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിരൽ മുക്കിയാൽ ഉറ്റി വീഴുന്ന ആ വിരൽ തുമ്പിൽ ഉറ്റി നിൽക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആസ്വാദനം എന്ന് പറഞ്ഞാൽ അത്രേ ഇവിടെ ഉള്ളൂ. ബാക്കിയൊക്കെ പരലോകത്തേക്ക് നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രേ ഉണ്ട് അവിടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുനിയാവിനോടാണോ ഒട്ടി നിൽക്കുന്നത്, അല്ല നാളെ പരലോകത്തോടാണോ ഒട്ടി നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ ജീവിതത്തിനിടയിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റും കുറവൊക്കെ വന്നുകൊണ്ട് നിൽക്കും, സ്വാഭാവികമാണ്, മനുഷ്യർ എന്നുള്ളതൊക്കെ സംഭവിക്കും. പക്ഷെ അത് എത്ര പെട്ടെന്ന് തിരുത്തി നമ്മൾ ഏറ്റവും നല്ലൊരു പെർഫെക്ഷൻ ആവുക, അല്ലെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് മാൻ എന്നുള്ളതിലേക്കാവുക, അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാകാനാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാകാനാണ് നമ്മളോടുള്ള കൽപ്പന. ഈ ദുനിയാവ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ നോക്കൂ, ഹജ്ജിന് പോയ വലിയ തിരുത്തിയാട് പ്രദേശത്തെ ഒരു സഹോദരന്റെ മരണവാർത്ത നമ്മൾ കേട്ടു. അദ്ദേഹത്തെ അവിടുന്ന് മിസ്സായതായിരുന്നു. പക്ഷെ കുറെ ദിവസം ഹജ്ജ് കഴിഞ്ഞിട്ട് 10 ദിവസമായി. ഈ അടുത്താണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മകൻ കുവൈറ്റിലായിരുന്നു. അദ്ദേഹം അവിടുന്ന് യാത്ര ചെയ്ത് തിരിച്ച് സൗദിയിലെത്തി. അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ നടത്തി, ഖബറൊക്കെ അവിടെ സന്ദർശിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മടങ്ങി കുവൈറ്റിലെത്തി. അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ട്, റിയാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു. തിരുത്തിയാട് പ്രദേശത്തെ ഒരു സഹോദരന്റെ മരണവാർത്ത. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് നമ്മുടെ ജീവിതം തീരുക എന്നറിയില്ല. ഇവിടെ ഏതായാലും കാലാകാലം നിൽക്കാൻ ആർക്കും കഴിയില്ല. എന്നൊക്കെ ബോധ്യമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. എത്രയോ മയ്യത്ത് നമസ്കാരങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. ഇന്ന് രാവിലെ കോയിൽ മൂലയിൽ നമ്മുടെ അസീസ് സാഹിബിന്റെ ഉമ്മ ആമിനക്കുട്ടി എന്നവർ മരണപ്പെട്ടിരിക്കുന്നു. 5:30 മണിക്കാണ് ജനാസ നമസ്കാരം. 99 വർഷം അവർ ജീവിച്ചു.
അല്ലെ? 99 വയസ്സാണ് അവർക്ക്. 99 വർഷം അവർ ജീവിച്ചു. അവർ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളും പ്രിയപ്പെട്ടവരെ ഒരു ദിവസം യാത്രയാകാൻ നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇനി ചെയ്യാനുള്ളത്, എന്താണ് തിരുത്താനുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ ചെയ്യാനുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വയനാടൊക്കെ അത്രമാത്രം പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ പലപ്പോഴും ഒരു കലക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് എന്നിട്ടും മനസ്സിലിയാത്ത ആളുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു ഉറുപ്പ്യ അങ്ങനത്തേക്ക് ചെലവാക്കാൻ നമുക്ക് തോന്നണില്ല, അല്ലേ? നമ്മളിവിടെ തന്നെ ഉള്ളത് വെട്ടിപ്പിടിച്ച് നിൽക്കാൻ കഴിയാം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ പള്ളിയിൽ നിന്ന് 1,00,000 റുപ്യാണ് നമ്മൾ കളക്ട് ചെയ്തത്. 1,00,000 റുപ്യ. അള്ളാഹു എല്ലാവരിൽ നിന്നും അത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ അള്ളാഹു താല സഫലമാക്കി തരുമാറാവട്ടെ. അത് വലിയൊരു പ്രതിഫലമാക്കി അള്ളാഹു താല പരലോകത്ത് നമുക്ക് മാറ്റി നൽകുമാറാകട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. അതൊരു മനസ്സാണ്, എല്ലാവർക്കും അത് കഴിയില്ല. പെട്ടെന്ന് ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ ഓടി പുറപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട്. എന്തോരം മനുഷ്യരാണ് നമ്മൾ കാണുന്നത്, അല്ലേ? എന്തൊക്കെ വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിലുണ്ട്. പക്ഷേ ചേർന്ന് നിൽക്കാൻ അവരെ പ്രാപ്തമാക്കിയത് ഈ കാഴ്ചകളാണ്, അവിടെ നടക്കുന്ന വേദനകളാണ്, നാളെയെക്കുറിച്ചുള്ള ബോധമാണ്. ഇതൊക്കെയാണ് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന പല സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ. അവിടെ ശരീരവും ജീവിതവും ഒക്കെ മറന്ന് അതിനുവേണ്ടി മെനക്കെടാൻ കഴിയാന്നുള്ള ഒരു പ്രത്യേക തരം അനുഭവമാണ്. അതിലേക്ക് പോകാൻ കഴിയാത്തവർ സാമ്പത്തികമായി കൊടുക്കുക എന്നുള്ളത് അതൊരു അനുഭവമാണ്. അവർക്ക് വേണ്ടി ഉള്ളു നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു അനുഭവമാണ്. ഇതിനൊക്കെ കഴിയാത്ത ആളുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു സങ്കടമാണ് പ്രിയപ്പെട്ടവരെ. മനസ്സ് അലിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. നമ്മളെവിടെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. ഞാൻ പരിശോധിക്കേണ്ട എന്നെയാണ്. എനിക്കവിടെ പോകാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എനിക്കല്ലേ എന്തെങ്കിലും ചെലവാക്കാൻ പറ്റുമോ, എനിക്ക് അവർക്ക് വേണ്ടി ഒന്ന് ഓർത്ത് കരയാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, അവരുടെ വേദന എൻ്റെ വേദനയാണെന്ന് കരുതാൻ എനിക്ക് മനസ്സ് പാകപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരാണ് ആലോചിക്കേണ്ടത്. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുനിയാവും ആഖിറത്തും നമുക്ക് കിട്ടണം എന്നതാണ്. ദുനിയാവിലെ ഹസനത്തുകളും ആഖിറത്തിലെ ഹസനത്തുകളും തേടുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിൽ ദുനിയാവ് മാത്രമായി പോകുന്നതിനെ നമ്മൾ ഭയപ്പെടുക എന്നതാണ് ഓർമ്മിപ്പിച്ചത്. പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അസുഖങ്ങൾ ബാധിക്കും, പ്രിയപ്പെട്ടവർ ചിലപ്പോൾ മരണപ്പെട്ടു പോകും, ജോലിയിൽ ചിലപ്പോൾ വലിയ പ്രയാസങ്ങളുണ്ടാവും, കുടുംബപരമായി നമുക്ക് ചില പ്രയാസങ്ങളുണ്ടാവും, ശരീരത്തിന് സുഖമില്ലാത്ത അവസ്ഥ ഉണ്ടാവും, മനസ്സ് ചിലപ്പോൾ വളരെ അസ്വസ്ഥമാവും, സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ടാവും. പല വിധത്തിലുള്ള ഘട്ടങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. ക്ഷമയെക്കുറിച്ച് ഇസ്ലാം വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്ഷമയുടെ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴൊക്കെയാണ് ക്ഷമ പ്രധാനമായിട്ട് വേണ്ടി വരിക? ഒന്ന്, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളിടത്ത് നല്ല ക്ഷമ വേണ്ടി വരും. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണ്ടി വരും. രണ്ടാമത്തതോ, തെറ്റുകുറ്റങ്ങൾ, തിന്മകൾ ചെയ്യാതിരിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാവും. അവിടെ നമുക്ക് നല്ല ക്ഷമ വേണ്ടി വരും, നല്ല ക്ഷമ വേണ്ടി. മൂന്നാമത്തെ എപ്പോഴാണ്? മുസീബത്തുകൾ വരുമ്പോഴാണ്, പരീക്ഷണങ്ങൾ, ആപത്തുകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നല്ല ക്ഷമ വേണ്ടി. ഈ 3 ഘട്ടങ്ങൾ വളരെ പ്രധാനമാണ്. അവിടേക്ക് ക്ഷമിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ അള്ളാഹുവിനെയും പരലോകത്തേക്ക് ശരിക്കും ബോധ്യപ്പെട്ടവരാണ്. നമ്മൾ അബൂബക്കർ സാഹിബിൻ്റെ പേരമകൻ്റെ മരണവാർത്തകൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടാവും. പേട്ടയിൽ ചുങ്കത്ത് ഹബീബ് ഫൈസ എന്ന് പറയുന്നവരുടെ മകൻ, 5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി ഫോണിൽ നിന്ന് വീണ് 2 ദിവസം മിംസ് ഹോസ്പിറ്റലിലായി ഇന്നലെ മരണപ്പെട്ട വാർത്തകൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഉമ്മയും ബാപ്പയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സഹിക്കുക എന്ന് നമ്മൾ ആലോചിച്ചു പോകും. അത്തരം ഒരു ഘട്ടമാണ് അതൊക്കെ. മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ണിന് കുളിർമയാണ്, നമുക്കൊരു ബലമാണ്, നമുക്കൊരു അലങ്കാരങ്ങളാണ്. മക്കളിങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മളിങ്ങനെ പല സ്വപ്നങ്ങളും കാണും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, പ്രതീക്ഷകളുണ്ടാവും. അതുകൊണ്ട് ആ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുമ്പോൾ വലിയ സങ്കടങ്ങളുണ്ടാവും. നമ്മൾ വിചാരിച്ച മാതിരി നമ്മുടെ മക്കളാകാതെ പോകുമ്പോൾ വലിയ വിഷമങ്ങളുണ്ടാവും. നേരത്തെ മരണപ്പെട്ടു പോകുമ്പോൾ പ്രത്യേകിച്ചും അതുണ്ടാവും. കണ്ണിൻ്റെ മുന്നിൽ നിന്ന് അവരങ്ങനെ മാഞ്ഞു പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയും.
പരലോകമില്ല എന്ന് വിചാരിക്കണ ഒരാൾക്ക് ഇത് എങ്ങനെ സഹിക്കാൻ പറ്റും? അയാൾ നെഞ്ചു പൊട്ടിപ്പോകും. പക്ഷെ പരലോകം ഉണ്ട് എന്നുള്ളവർക്കോ? റസൂൽ പറഞ്ഞല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഇടക്കിടക്ക് ഒരു സഹാബിയെ കുട്ടിയായിട്ട് ഇങ്ങനെ വരും. ചെറിയൊരു കുട്ടീനായിട്ട് വരില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സഹാബിനെയും കുട്ടിനെയും കാണാനില്ല. റസൂലുള്ള അന്വേഷിച്ചു. സഹാബത്ത് പറഞ്ഞു, ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബികളെയും കുട്ടി ആ സഹാബി വരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. വല്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ട് കഴിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് സഹാബിയോട്, തൻ്റെ കുട്ടി നാളെ മരണശേഷം സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നീ ആലോചിച്ചു നോക്കുക എന്ന് പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്. ക്ഷമിച്ചാൽ അത് കിട്ടും എന്നുള്ളതാണ്. ക്ഷമിക്കാൻ കഴിയുമോ എന്നുള്ളതൊരു വിഷയമാണ്. നാളെ ആ പരലോകത്ത് സ്വർഗത്തിൻ്റെ കവാടത്തിന് മുമ്പിൽ ഇരു കരങ്ങൾ നീട്ടി ആ കുട്ടികളിങ്ങനെ അവരുടെ മാതാപിതാക്കളെ കാത്തു നിൽക്കുന്ന അതൊരു സന്ദർഭമാണ്. റസൂൽ പറഞ്ഞു, അത് നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് റസൂൽ ചോദിക്കാണ്. സാബി പറയേണ്ട, അതേ റസൂലുള്ള, ബല യാ റസൂലുള്ള, എനിക്കത് മതി റസൂലേ എന്ന്. അപ്പൊ അവർക്ക് ഒമ്പിച്ച പ്രതിഫലം കിട്ടുന്നുള്ളതാണ് ഈ മാതാപിതാക്കൾക്ക്. അത്രമേൽ വലിയ സ്വപ്നങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അവിടെ ക്ഷമിക്കുക എന്നുള്ളതിന് ഒമ്പിച്ച പ്രതിഫലമാണ്. പരലോകമുള്ളവർക്ക് അത് കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മരണപ്പെട്ടവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് നല്ല പകരക്കാരൻ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ നാടിനെയും രാജ്യത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്യ് റഹ്മാനെ. മാനസികമായ വിഷമങ്ങളെ നീ അകറ്റിത്തരണ റഹ്മാനെ. പ്രിയപ്പെട്ടവർക്ക് ശാരീരികമായി മാനസികമായി സാമ്പത്തികമായൊക്കെ സങ്കടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും മരണപ്പെട്ടവർക്ക് നീ ഷഹാദത്തിന്റെ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗബാധിതർക്ക് നീ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നിസ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ദുരിതമുഖങ്ങളിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, നേതാക്കന്മാരുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്, അതിനുവേണ്ടി പണം മുടക്കിയവരുണ്ട്, അവിടെ ചെന്ന് ആശ്വസിപ്പിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഒമ്പിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. കൂടുതൽ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അതിൻ്റെയൊക്കെ ഖൈറും ബർക്കത്തും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങൾക്ക് ഇഹലോകത്തും നാളെ പരലോകത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരലോകത്ത് നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലുമൊക്കെ ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വ അജ്ർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ, അല്ലാഹുമ്മ അർഹം ലനാ യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ اغفر لنا يا غافر المذنبين, اللهم ارزق لنا يا خير الرازقين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب